ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കുരിശ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അയർലൻഡിലുള്ള എല്ലാവർക്കും തന്നെ ഇതറിയാം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ബ്രേഹെഡിലേക്കാണ്. ഇപ്പോൾ ഞങ്ങളുള്ളത് സീ ഫ്രണ്ടിലെ പാർക്കിംഗ് ഏരിയയിലാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററാണ് ബ്രേഹെഡിലേക്കുള്ളത്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മളെ നാട്ടിൽ മലയാറ്റൂരൊക്കെ മല കയറാൻ പോകുന്ന പോലെ ഇവിടെയുള്ള അയർലൻഡിലുള്ള വിശ്വാസികൾ ദുഃഖ വെള്ളിയാഴ്ചയും 40-ാം വെള്ളിയാഴ്ചയും മല കയറാൻ പോകുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. തുടക്കത്തിൽ നല്ല വഴിയാണുള്ളത്, സ്റ്റെപ്പൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് പാറകളും വേരുകളും ഒക്കെ നിറഞ്ഞ വഴിയാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ് മേലേക്ക് പോകാനായിട്ട്. എന്നിരുന്നാലും പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണിത്. ഒരു ഫോറസ്റ്റിൽ കൂടെ പോകുന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. നാട്ടിൽ പോകുന്ന പോലെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാമ്പോ മറ്റ് മൃഗങ്ങളൊന്നുമില്ല. നമുക്ക് സേഫായിട്ട് തന്നെ മേലേക്ക് പോകാൻ കഴിയും. പിന്നീട് അങ്ങോട്ട് വളരെ ഇടുങ്ങിയ വഴിയാണ്. 2 സൈഡിലും മുൾച്ചെടികളൊക്കെയാണ്. ഏകദേശം ഞങ്ങൾ കുരിശ് കാണാവുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട്. മലമുകളിൽ നിന്ന് താഴേക്കുള്ള ഒരു വ്യൂ ആണ് കാണുന്നത്. സീ ഫ്രണ്ടും അതിൻ്റെ ചുറ്റുമുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് കാണുന്നത്. ഏകദേശം കുരിശിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇവിടെ മുഴുവനും പാറകളാണ്. അങ്ങനെ ഞങ്ങൾ കുരിശിൻ്റെ അടുത്തെത്തി. കുരിശിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1950 കല്ലുകൊണ്ട് നിർമ്മിച്ച കുരിശാണിത്. ലാൻഡിൽ നിന്നും ഏകദേശം 240 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മലമുകളിലെത്തിയപ്പോൾ വളരെ മോശം ഒരു കാലാവസ്ഥയായിരുന്നു. ഭയങ്കര കാറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എളുപ്പം തന്നെ താഴേക്ക് പോന്നു. ഞങ്ങൾക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പോലെ കാറ്റായിരുന്നു. കാറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു 5 മിനിറ്റൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ. വേഗം തന്നെ ഞങ്ങൾ താഴേക്ക് പോന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.